ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാണ് ബിജു ജോസഫ് കൊലക്കേസിലെ പ്രതി ജോമോൻ വാഹനം കൊണ്ടുപോയതെന്നാണ് ഈ വാഹനത്തിന്റെ ഉടമ ഷിജോ ജോർജ് പ്രതികരിക്കുന്നത്. ബുധനാഴ്ച 11:30 വാഹനം കൊണ്ടുപോയി. വ്യാഴാഴ്ച രാവിലെ 9:30 തിരിച്ചെത്തിച്ചു. ആദ്യമായാണ് ജോമോൻ വാഹനം കൊണ്ടുപോകുന്നതെന്നും ഷിജോ ജോർജ് പറഞ്ഞു. ജോമോൻ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനമാണിത്. ഈ വാഹനം ജോമോന്റെ ഒരു സുഹൃത്തും നേരത്തെ സൗഹൃദം ഉണ്ടായിരുന്ന സിജോയുടെ ആയിരുന്നു. എന്തായാലും ആ വാഹനം ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എന്ത് പറഞ്ഞാണ് ഈ വാഹനം കൊണ്ടുപോയത്? ഭാര്യയും കൊണ്ട് ആശുപത്രി പോകാനാണെന്ന് പറഞ്ഞ വണ്ടി എടുത്തുകൊണ്ട് പോയത്. ബുധനാഴ്ച ഒരു 11:30 അറിയപ്പോൾ എന്നെ ഫോൺ വിളിച്ചു. വണ്ടി ഒന്ന് തരാമോ, ആശുപത്രി പോകാനാണ് അറിയാം. ഞാൻ ചോദിച്ചു നിങ്ങളുടെ വണ്ടി എന്ന് ചോദിച്ചു. പറഞ്ഞു പിക്കപ്പും പിങ്ങർ മാത്രമേ ഉള്ളൂ, അതിപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്, അതുകൊണ്ടാന്ന് പറയാം. അപ്പം ഒരു വണ്ടി വീട്ടിൽ കിടപ്പുണ്ട്, എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് വ്യാഴാഴ്ച രാവിലെ ഒരു 9 മണിയത്തേനും രാവിലെ 8 കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു, വണ്ടി കൊണ്ടാത്തനാന്ന് ചോദിച്ചു. അപ്പോൾ 9 മണിയത്തേനും ഇപ്പോൾ കൊണ്ടാന്ന് പറഞ്ഞു. 9 മണിയത്തേനും വണ്ടി കൊണ്ടിട്ടും പോയി. സാധാരണ ഇങ്ങനെ വണ്ടി മേടിച്ചോണ്ട് പോകാറ്? ആദ്യമായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന. അപ്പം അതിനുശേഷം താക്കോല് തന്നില്ല? ഇല്ല, താക്കോല് തന്നിട്ടില്ല. പിന്നെ ബന്ധപ്പെട്ടോ? പിന്നെ വിളിച്ചപ്പോൾ ജോമോന്റെ ഫോൺ ഓഫാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് താക്കോൽ ഉണ്ടാക്കാം നല്ല ഇത് തന്നു. അപ്പോൾ ഇതും കഴിഞ്ഞ് പിന്നെ ഇനി ശനിയാഴ്ച വാർത്തയിൽ ഇങ്ങനെ കാണിക്കുമ്പോഴാണ്. അപ്പം ഞായറാഴ്ചത്തെ വാർത്തയിൽ നീല കളർ ഓമിനി വാൻ എന്ന് പറയുമ്പോൾ നമ്മൾ സംശയമുള്ളതുകൊണ്ട് പോലീസിനെ അറിയിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ജോമോൻ ഇതെല്ലാം തന്നിട്ടുണ്ട്, നമ്മൾ വണ്ടി അവിടെ നിന്ന് റിക്കവർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് രാവിലെ വന്നപ്പോൾ നമുക്ക് ഉറപ്പായി നമ്മുടെ വണ്ടി തന്നെയാണ്. ഇപ്പോൾ ജോമോന് അതിനുശേഷം ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല? ഇല്ല, ഒരു തവണ ഞാൻ നോക്കിയുള്ളൂ, അന്നേരം ഫോൺ ഓഫാണ്, പിന്നെ വിളിക്കാൻ പോയില്ല. ജോമോനുമായിട്ട് എങ്ങനെയാ പരിചയം? ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ജോമോനോട് കാറ്ററിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള പരിചയമുണ്ട്. ബിജുവിനെ അറിയാമോ? ബിജുവിനെ ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളിയുടെ വീട്ടിലൊക്കെ പണിക്ക് പോയിട്ടുണ്ട്. തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് അറിയത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇത് എന്ന് തന്നെ പറയേണ്ടി വരും. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.